നമ്മൾ ഇന്ത്യക്കാർ അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ് നമ്മുടെ നഗരങ്ങളുടെ വളർച്ച. എന്നാൽ ഈ തിളക്കത്തിന് പിന്നിൽ ഭയാനകമായ മറ്റൊരു സത്യമുണ്ടോ? ഇന്ത്യയിലെ വലിയ നഗരങ്ങൾ സാവധാനം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത് ദ വയർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ചർച്ച ചെയ്യുന്നത് വികസനത്തിൻ്റെ വിരോധാഭാസത്തെക്കുറിച്ചാണ്. നഗരങ്ങൾ തകരുന്നു, സമ്പന്നർ തങ്ങൾക്കായി പുതിയ ആഡംബര തുരുത്തുകൾ തേടുന്നു. ഇതാണ് അവർ പറയുന്ന വിഷയം. നമ്മുടെ മെട്രോ നഗരങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ മഴക്കാലത്തും വെള്ളത്തിനടിയിലാകുന്ന ബംഗളൂരുവും ചെന്നൈയും, ശ്വസിക്കാൻ പോലും വായുവില്ലാത്ത ഡൽഹി, ഗതാഗതക്കുരുക്കിൽ ശ്വാസം മുട്ടുന്ന മുംബൈ, റോഡുകളിലെ കുഴികളും മലിനമായ ജലസ്രോതസ്സുകളും കുന്നുകൂടുന്ന മാലിന്യങ്ങളും നമ്മുടെ നഗരജീവിതം നരകതുല്യമാക്കുന്നു. പൊതുവായ സൗകര്യങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ലഭ്യമാകേണ്ടതാണ്. എന്നാൽ ഇന്ന് അത് തകർച്ചയുടെ വക്കിലാണ്. അർബൻ ഒയാസിസ് അഥവാ ആഡംബര തുരുത്തുകൾ നഗരം നശിപ്പിക്കുമ്പോൾ പണമുള്ളവർ എന്തു ചെയ്യുന്നു? അവർ നഗരത്തിനുള്ളിൽ തന്നെ തങ്ങൾക്കായി പ്രത്യേക ലോകങ്ങൾ പണിയുന്നു. ഇതിനെയാണ് ലേഖനം അർബൻ ഒയാസിസ് എന്ന് വിളിക്കുന്നത്. വിശാലമായ ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ, സ്വന്തമായ വൈദ്യുതിയും വെള്ളവും ശുദ്ധവായും ഉറപ്പാക്കുന്ന അത്യാധുനിക ഫ്ലാറ്റ് സമുച്ചയങ്ങൾ. പുറത്തെ പൊടിയും ബഹളവും തിരക്കും അവരെ ബാധിക്കില്ല. നഗരങ്ങളിലെ പൊതുപ്രശ്നങ്ങളിൽ നിന്ന് അവർ പൂർണ്ണമായും ഉൾവലിയുന്നു. വിഭജിക്കപ്പെടുന്ന സമൂഹം ഇതൊരു വലിയ സാമൂഹിക പ്രശ്നത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. പണ്ട് ഒരു നഗരത്തിലെ റോഡും പാർക്കും വായുവും എല്ലാവർക്കും ഒരുപോലെയായിരുന്നു. എന്നാൽ ഇന്ന് പണമില്ലാത്തവർ തകർന്ന റോഡുകളിലും മലിനമായ ചുറ്റുപാടിലും ജീവിക്കാൻ നിർബന്ധിതരാകുന്നു. പണമുള്ളവർ സ്വകാര്യ ടൗൺഷിപ്പുകളിലേക്ക് മാറുന്നു. ഇതിലൂടെ നഗരത്തിലെ പൊതുവായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമ്മർദ്ദം കുറയുന്നു. കാരണം സമൂഹത്തിലെ സ്വാധീനമുള്ള വിഭാഗം ഇപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്ന് സുരക്ഷിതരാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നഗരാസൂത്രണത്തിലെ പാകപ്പിഴകളും ദീർഘവീക്ഷണമില്ലാത്ത നിർമ്മാണങ്ങളുമാണ് പ്രധാന കാരണം. പൊതുജനത്തിന് നൽകേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൽ ഭരണകൂടങ്ങൾ പരാജയപ്പെടുമ്പോൾ സ്വകാര്യ വ്യക്തികൾ സ്വന്തം സൗകര്യങ്ങൾ പണം കൊടുത്തു വാങ്ങുന്നു. ഇത് നഗരങ്ങളെ രണ്ട് തട്ടിലാക്കുന്നു. ഒന്ന് തിളങ്ങുന്ന ഇന്ത്യ, മറ്റൊന്ന് തകരുന്ന ഇന്ത്യ. നഗരങ്ങൾ എല്ലാവരുടേതുമാണ്. വികസനമെന്നാൽ കുറച്ച് ഗേറ്റഡ് കമ്മ്യൂണിറ്റികൾ പണിയുന്നതല്ല, മറിച്ച് സാധാരണക്കാരന് മാന്യമായി ജീവിക്കാൻ കഴിയുന്ന ഒരിടം ഒരുക്കലാണ്. ഈ വിടവ് വർദ്ധിക്കുന്നത് നമ്മുടെ ജനാധിപത്യത്തിനും സാമൂഹിക നീതിക്കും വെല്ലുവിളിയാണ്.